ഏറ്റവും നല്ല പടം. അടിപൊളി അടിപൊളി പറയാൻ പറ്റാത്തത്ര അടിപൊളി അടിപൊളി നല്ല എക്സ്പീരിയൻസ്. പ്രതീക്ഷിക്കാതെ അപ്പുറം അതാണ് പടം. എടുത്ത പടമുള്ളത് വിഷ്വൽ രീതിയിൽ തന്നെ പടം കാണാൻ സൂക്ഷിക്കുക. പിന്നെ സ്റ്റോറി നമ്മൾ ഇതുവരെയായിട്ട് കാണാത്തൊരു സ്റ്റോറിയാണ്. പിന്നെ ടോവിനോ പല ക്യാരക്ടറായിട്ട് അഭിനയിച്ചതുകൊണ്ട് ഒരു രക്ഷയില്ല. ടോവിനോ ഒരു രക്ഷയില്ല ബ്രോ, കിഡിലാക്കി. മൂന്ന് ക്യാരക്ടർ മാസാണ്. വിഷ്വൽ റേറ്റ് തന്നെയാണ്, മാസം അല്ലാക്കുന്നില്ല. പക്ഷെ എന്നാലും ആവശ്യത്തിന് കാണുള്ളൂ. വിഷ്വലി പൊളിയാണ്, വിഷ്വലി നല്ലൊരു പടം. 3D എക്സ്പീരിയൻസ് പൊളിയാണ് കേട്ടോ. കാരണം അവരെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിനും ഇപ്പം സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഫസ്റ്റ് ലാലേട്ടൻ്റെ ഒരു സംഭവമുണ്ട്. ലാലേട്ടൻ്റെ ഒരു ബിഹൈൻഡ് ആ ഒരു വോയിസിൽ അതുകൊണ്ട് പൊളിയാക്കി. 3D മേക്കിംഗ് വൈസും പൊളിയാണ് പടം. മൂന്ന് കഥാപാത്രങ്ങളും വ്യത്യസ്തമായിരുന്നു. അതിനനുസരിച്ച് ടോവിനോനെ കുറിച്ച് പറഞ്ഞില്ല, പിന്നെ പുള്ളിക്കാരൻ നല്ല ലെവലിൽ ചെയ്തു. എല്ലാവരും നല്ല പൊളിയായിട്ട് അഭിനയിച്ചു. അവരെ എല്ലാ പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. മണിയുടെ ക്യാരക്ടർ സൂപ്പറാണ്. അടിപൊളി വിഷ്വൽസ് ആയിരുന്നു, മ്യൂസിക് ഉള്ള ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. അതൊരിക്കലും പറയില്ല, ആദ്യത്തെ ഡയറക്ഷൻ ആണെന്ന് ഒരിക്കലും പറയില്ല. അത്ര നല്ല ടോവിനോയുടെ പെർഫോമൻസ് സൂപ്പറാണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ ക്യാരക്ടർ മണി എന്ന ക്യാരക്ടർ സൂപ്പറാണ്. നല്ല നല്ല പടം. ടോവിനോയുടെ പെർഫോമൻസ് എല്ലാം കൊള്ളായിരുന്നു. 3D എക്സ്പീരിയൻസ് എടുത്തു പറയേണ്ടതാണ്. ചില പോയിന്റിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു. അതെ അതെ, 3D നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി, മൂന്ന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ലാലേട്ടൻ്റെ കഴിവ് തന്നെയാണ്. പിന്നെ ഇതിലെ റൈറ്റർ സ്വിറ്റേടൻ സൂപ്പറായിട്ട് കഥ എഴുതിയിട്ടുണ്ട്. അടിപൊളി വിഷ്വൽ എഫക്റ്റ് ആയാലും എന്തായാലും വളരെ 2.5 മണിക്കൂറിനൊന്നും ഒരു ലാഗുമില്ല, ഒരു ബോറുമില്ല. അടിപൊളിയായിട്ട് അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. പടം 3D തന്നെ കാണാം. 2D കണ്ടിട്ട് നല്ല 3D തന്നെ ഈ പടം കാണാൻ. ഹാഫിനെങ്ങാട്ടി സെക്കൻഡ് ഹാഫാണ് കൊള്ളാന്നുള്ളത്. അത്യാവശ്യം മോശമില്ല, കാണാൻ കൊള്ളാം. മൂന്ന് ക്യാരക്ടർ ഒന്നും പറയാനില്ല, നല്ലതുപോലെയാണ് അഭിനയിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാവും എല്ലാ രീതിയും. പുള്ളി സാറ്റിസ്ഫൈഡ് ആണ് പടത്തിൽ. ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ടോവിനോയുടെ എഫേർട്ട് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മണിയൻ എന്ന ക്യാരക്ടർ അടിപൊളിയായിരുന്നു. മ്യൂസിക് ആരാന്ന് എനിക്ക് പേരറിയില്ല, പക്ഷേ പുള്ളിയുടെ വർക്ക് അടിപൊളിയാണ്. പിന്നെ ഡയറക്ടറിന്റെ ഫസ്റ്റ് പടമാണ്, ഫസ്റ്റ് അറ്റംപ്റ്റിലെ ഇത്ര ഒരു കിടിലം പടം എടുത്തത്. ഹാറ്റ്സ് ഓഫ്, കിടിലം പടമായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് ഏരീസിലെ പ്രത്യേകം നല്ല 3D എഫക്റ്റ് ആയിരുന്നു. അത്യാവശ്യം ഞാൻ അതൊന്നും പ്രതീക്ഷയായിരുന്നു. 3D എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു മലയാള പടത്തിൽ. ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഫോക്ലോറ് കണ്ടിരിക്കുന്ന രീതിയിലുള്ള പടമാണ് ഇത്. പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ ടോവിനോന്റെ പെർഫോമൻസും പിന്നെ മ്യൂസിക് എംബേജും ബീജിയം മെയിൻ ഹൈലൈറ്റ് ആണ് പടത്തിൽ. ലൈക്ക് നല്ല വർക്കായിരുന്നു അത്. പിന്നെ 3D എക്സ്പീരിയൻസും നൈസ് വർക്കാണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു 3D പടം ഇറക്കിയിട്ടില്ല. പിന്നെ ചില സ്ഥലത്ത് മാത്രം വണ്ടർലയിൽ നമ്മൾ 3D പടം കാണുന്ന പോലെ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ വരുന്നു, പടക്കം പൊട്ടിയും ഇങ്ങനെ വരുന്നു. അത് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, നല്ലോണം ഇഴച്ചാണ് ഉണ്ട്. അത് കുറച്ചിരുന്നെങ്കിൽ പടം ഒന്നും കൂടി ഒരു ലെവലിൽ പോയത്. പിന്നെ കാന്താരയൊക്കെ ഹിറ്റായ സമയത്ത് ഇത് ഹിറ്റാവേണ്ട ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സിനിമ നമ്മൾ തുടങ്ങുന്നത് കുറച്ചൊരു മിസ്റ്റിക്കൽ കാര്യങ്ങളൊക്കെ റെപ്രസെന്റേഷനിലൂടെയാണ്. മോഹൻലാലിന്റെ നറേഷൻ കൂടെ ആകുമ്പോഴത്തേക്ക് അവർക്ക് നമുക്കൊരു പെർഫെക്റ്റ് സ്റ്റാർട്ടാണ് കിട്ടുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ നമുക്കൊരു 3 ക്യാരക്ടേഴ്സ് ഉണ്ട് ടോവിനോ തോമസിന്റെ. അപ്പം ആദ്യത്തെ ഒരു ക്യാരക്ടേഴ്സ്, പിന്നെ ആ 3 ക്യാരക്ടേഴ്സും ആരായിരുന്നു എന്തായിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സീനുകളിലൂടെയാണ് തുടങ്ങുന്നത്. പിന്നെ ഇത് കഥ കുറച്ചൊക്കെ ഒരു പതിഞ്ഞ താളത്തിലാണ് പോകുന്നത്. അതായത് നമ്മളിപ്പോ ഒരു മാസ് എലിവേഷൻസ് ഒക്കെ അങ്ങനെ എക്സ്പെക്ട് ചെയ്തല്ലോ. നമ്മൾ ആ ഒരു കഥ ആ ഒരു മൂഡിലേക്ക് ഇറങ്ങിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടും. എന്നാൽ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഗൂസ് ബംസ് മൊമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഉയർച്ച താഴ്ചകളെല്ലാം ഈ ഒരു സിനിമയിൽ ഉടനീളം കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഒരു കളരിപ്പയറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു മൽപ്പിടുത്തം എന്ന രീതിയിൽ 2-3 റൗണ്ടായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. കാന്താര എന്നൊരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് വ്യക്തിപരമായി തോന്നിയത് തെയ്യം എന്നുള്ളൊരു കലയെ മലയാള സിനിമകളിൽ വളരെ നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ അതിനേക്കാളും മികച്ച രീതിയിൽ കാന്താരയിൽ അവർ കാണിച്ചു. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇതിലെ ഒരു കളരിപ്പയറ്റിന്റെ കുറച്ച് സീൻസ് എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് 3D കാണുമ്പോഴത്തേക്കും വളരെ നന്നായിരുന്നു. പക്ഷെ അത് കഥയുടെ വേറൊരു പെർസ്പെക്ഷൻ ആയിട്ടാണ് ആ ഒരു സിനിമയിൽ പോകുന്നത്. പക്ഷെ അതൊരു കേരളത്തിന്റെ നമ്മളൊരു തനതായ കല എന്ന രീതിയിൽ നമുക്ക് ഉയർത്തി കാണിക്കാനും അല്ലെങ്കിൽ ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും
പല താരങ്ങളിലൂടെ ഈ ഒരു കളരിപ്പയനൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സാധിച്ചിട്ടുണ്ട്. അപ്പം ഒരു കഥ പിന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്കൊരു മുത്തശ്ശി കഥയെന്നോ അല്ലെങ്കിൽ ഒരു നാടോടി കഥ എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു മുത്തശ്ശി കഥ എന്ന് പറയാം. എന്നാൽ പല കാലഘട്ടത്തിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അത് അവസാനം വന്ന് നിൽക്കുന്നത് ഒരു ലേറ്റ് 80s അപ്പൊ ലേറ്റ് 80s എന്നാൽ കുറച്ച് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നിലനിൽക്കുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ എലമെന്റ്സ് അവിടെ എവിടെയായിട്ട് ആഡ് ചെയ്തിട്ട് എങ്ങനെയാണ് സിനിമ കടന്നു പോകുന്നത്. അപ്പം ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് പോയത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്താണ് അവന് കുറെ കൂടി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് അറിയില്ല ഇനി അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ തീർച്ചയായിട്ടും പിടിച്ചിരുന്നു. പിന്നെ 3D എന്നുള്ള ഒരു 3Dയിൽ ഇത് സിനിമ വളരെ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. സിനിമയുടെ പല സീനുകളും നമുക്ക് വർക്കായിട്ടുണ്ട്. അപ്പൊ ആകെ മൊത്തം ഒരു നല്ലൊരു അനുഭവമാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ട്രെയിലർ കണ്ട് ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ സാധാരണ ട്രെയിലർ കണ്ട് വരുമ്പം നമ്മള് പടം വരുമ്പോ ഭയങ്കര മോശമാവുമല്ലോ. ഇത് അങ്ങനെയല്ല, സിനിമ ത്രൂ ഔട്ട് നല്ല അടിപൊളിയായിരുന്നു. ഡയറക്ടറിന്റെ ഫസ്റ്റ് മൂവിയാന്ന് പറയത്തേ ഇല്ല. ടൊവിനോ തോമസിന്റെ എന്താ പറയാ വേറൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. 3D ആയിരുന്നു. എഫക്ട്സ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. മ്യൂസിക് ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു. എല്ലാം നല്ല 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 രസമുണ്ട്. തിയേറ്ററിൽ വന്ന് മസ്റ്റ് വാച്ച് സിനിമയാണിത്. ഒന്നും പറയാനില്ല, അടിപൊളി പടം, സൂപ്പർ പടം. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ കുറച്ച് ആവറേജ് ആണ്, സെക്കൻഡ് ഹാഫ് അടിപൊളി വിഷ്വൽ ട്രീറ്റ് ആണ്. വന്ന് കാണാതെ ഒരാളും ഇരിക്കില്ല, അതൊരു റിക്വസ്റ്റ് ആണ്. മൂവിയിൽ ഒരു നല്ലൊരു മാജിക് കാണാൻ പറ്റും. ടോവിനോയുടെ 50ാമത്തെ പടം, ടോവിനോ കസറിയൊക്കെയാണ്. ടോവിനോ ഒരു അരിഞ്ഞാട്ടം, പല റോളിൽ വന്ന് ടോവിനോ ലുക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഫൈറ്റ് സീൻസ് ആയാലും ലവ് സീൻസ് ആയാലും ടോവിനോ ഒരു രക്ഷയില്ല. അതുപോലെ ഇത് ഡെബ്യൂ ഫിലിം ഓഫ് ജിത്തിൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ജിത്തിൻ അസോസിയേറ്റ് അസിസ്റ്റന്റ് ഒക്കെ ആയിട്ടുള്ള ആദ്യത്തെ ഡെബ്യൂ ഫിലിമാണ്. മനോഹരമായി എടുത്തിരിക്കുന്നു, സൂപ്പർ ആയിട്ട് എടുത്തിരിക്കുന്നു. അതുപോലെ കൃതി ഷെട്ടിയുടെ നല്ല ആക്ടിങ് ഉണ്ട്, അതുപോലെ കാണാൻ നല്ല ഗ്രേസ്, അതുപോലെ കെമിസ്ട്രി വിത്ത് ടോവിനോ വെരി നൈസ്. മൊത്തത്തിൽ അടിപൊളി. അതുപോലെ പ്രത്യേകം പറഞ്ഞ സുർബിയുടെ സീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സുർബി സൂപ്പർ ആക്ടിങ്, ടോവിനോവും സുർബി ആയിട്ടുള്ള സീൻസ് എല്ലാം മനോഹരമായിട്ടുണ്ട്. ഒന്നും പറയല്ല, ടോവിനോ അഴിഞ്ഞാടിയൊക്കെയാണ് ഒരു പടം. കാരണം ഇത്രയും മെയ് വഴക്കത്തോടെ വേറൊരാൾ സിനിമയിൽ, മലയാള സിനിമയിൽ ലാലേട്ടൻ കഴിഞ്ഞ് ചെയ്യുന്ന കാണുന്ന ഞാൻ ടോവിനോ ആണ്. സത്യം പറയേണ്ട ഒരു കാര്യമാണ്. ഭയങ്കര 50th ഫിലിം ടോവിനോ അടിപൊളിയെ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ പ്രത്യേകം പറയുന്ന സിനിമാറ്റോഗ്രാഫി ജോമോൻ ഡി ജോൺ, അമേസിംഗ് വർക്ക്, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം മനോഹരം. വിഷ്വൽ ട്രീറ്റ്, ഡോണ്ട് മിസ് ഓണം വിന്നർ. മികവുറ്റ പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മികവുറ്റ പ്രകടനം. അതായത് കാറ്റായും മഴയായും നരിയായും നമ്മുടെ ലാലേട്ടൻ നിറഞ്ഞ ആടും പോലെ ടോവിനോ തോമസിന് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മച്ചാനെ. ഞാൻ ഈ പറയുന്ന കാര്യം ഈ സിനിമ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേണം, ഞാൻ കള്ളമല്ല പറയുന്നത്. നമ്മൾ കണ്ട് തന്നെ നമ്മൾ ആസ്വദിക്കും. കാര്യം ഈ പടം നമ്മൾ കണ്ട് ആസ്വദിക്കും. കാര്യം നമ്മൾ പടം ഫസ്റ്റ് ഹാഫിന് അങ്ങോട്ട് സെക്കൻഡ് ഹാഫാണ് നമ്മളെ പിടിച്ചിരുത്തി കളയുന്നത്. കാര്യം വിസ്മയിപ്പിക്കും, നടന്ന വിസ്മയം ലാലേട്ടനെ പോലെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് രംഗമായിരുന്നു. അതായത് ആ ഒരു ക്ലൈമാക്സ് രംഗം എന്ന് പറയുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിക്കുന്നുണ്ട്. അത് ത്രില്ലിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ സെന്റിമെന്റ്സും ആകുന്നുണ്ട്, നമ്മുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. അത് ടോവിനോയ്ക്ക് ഇത്രയും കഴിവുണ്ട് ഞാൻ ഒരിക്കലും. പക്ഷേ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലാലേട്ടനാണ്. കളരി എന്ന് പറയുന്നത് ലാലേട്ടനെ വിട്ടിട്ട് വേറെ ആരും ഉള്ളൂ. പക്ഷേ ഞാൻ ഇന്നുവരെ ടോവിനോയുടെ ഫൈറ്റ് ഞാൻ കണ്ടതിൽ പൃഥ്വിരാജ് പോലും ഇതുവരെയായിട്ടും ചെയ്തില്ല. പൃഥ്വിരാജിനെ കുറ്റം പറയുന്നതല്ല, പൃഥ്വിരാജിന്റെ ഒരുപാട് ഫൈറ്റുകളും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ടോവിനോ തോമസിന് ഇത്രയും ആര് ചെയ്ത് കഴിഞ്ഞാലും, ഫൈറ്റ് ആര് ചെയ്ത് കഴിഞ്ഞാലും ഒരു കഴിവുണ്ടായിരിക്കണം, ഒരു മെയ് വഴക്കം ഉണ്ടായിരിക്കണം. പക്ഷെ ആ ഒരു മെയ് വഴക്കം നമ്മളെ ടോവിനോയ്ക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ പടത്തിൽ തന്നെ എൻ്റെ പൊന്നെ മാരകമായ ഫൈറ്റ്. ഇത്രയും ഇയാൾക്ക് മെയ് വഴക്കം വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു ടോവിനോയുടെ കരിയറിലെ 50ാമത്തെ പടമാണ്. ടോവിനോയുടെ കരിയറിലെ ഏറ്റവും നല്ല ബെസ്റ്റ് മൂവിയാണ്. പുള്ളി ഈ ഒരു പടത്തോട് കൂടി വേറെ ലെവലാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്ക്. പക്ഷേ ഒരു 100ൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 95 മാർക്ക് ഈ പടത്തിന് കൊടുക്കാൻ പറ്റും. ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് തന്നെ ആ സിനിമ കാണുമ്പോഴത്തേക്ക് അതിൽ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിള്ളേർക്ക് ഒരു വിഗ്രഹത്തിന്റെ ഒരു സ്റ്റോറിയാണ് അതിൽ വന്നിരിക്കുന്നത്. അത് അവസാനം അത് എങ്ങനെ കൊണ്ടുവരുന്നു ആ ഒരു സ്റ്റോറി ഉണ്ട്. അതിനിടയ്ക്ക് 3D നമുക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് അങ്ങനെ ഇല്ല, ഓവറായിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ പറയാനുള്ളത്, ഈ ടോവിനോ തോമസിന്റെ ഈ ഒരു നമ്മുടെ ലാലേട്ടനെ പോലെ നടന്ന വിസ്മയം പോലെ ഈ ഓരോ സിനിമയിലും നമ്മളെ പുതിയ ഡയറക്ടർമാരാണ് തോന്നുന്നത് ചെയ്തത്. പക്ഷെ ആ ഒരു കഴിവ് പുള്ളിയുടെ എങ്ങനെ വേണമെങ്കിലും പുള്ളി അഭിനയിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ആടുജീവിതമൊക്കെ ടോവിനോയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിഗംഭീരമായിട്ട് പുള്ളി ചെയ്തേനെ. കാര്യം പുള്ളിയുടെ ആ ഒരു ശൈലിയൊക്കെ തന്നെ നമുക്ക് കാണാൻ പറയാം. കാര്യം നല്ല ബോഡി ലാംഗ്വേജ് ആണ്. ആരത്? നമ്മുടെ ടോവിനോ തോമസിൻ്റെത്. അപ്പോൾ പുള്ളിക്ക് അതിനനുസരിച്ചുള്ള സ്റ്റോറി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി എങ്ങനെ വേണമെങ്കിലും ഉണങ്ങണമെങ്കിൽ ഉണങ്ങും. ഇനി അഭിനയിക്കാൻ പറഞ്ഞാൽ നമ്മളെ മമ്മൂക്കേനെയും
ലാലേട്ടനെ പോലെ ജീവിച്ച് കാണിക്കും. മനസ്സിലായില്ലേ? കാര്യം ടോവിനോയുടെ ഈ ഒരു അഭിനയ പ്രകടനം കണ്ട് ഇനി മലയാള സിനിമയിലുള്ള പൃഥ്വിരാജ് മാത്രമല്ല ബാക്കിയുള്ള ഉൾപ്പെടെ എല്ലാ നടന്മാർക്കും ഒരു പേടി സ്വപ്നമായിട്ട് ടോവിനോ തോമസ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം അത്രയ്ക്ക് നല്ല ബെസ്റ്റ് ആക്ടിങ്. ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ RR സിനിമയൊക്കെ കാണും പോലെ നമ്മുടെ ചിരഞ്ജീവിയുടെ മോനൊക്കെ ചെയ്യും പോലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേ മോഡലിലാണ് പുള്ളി വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതേ കണക്ക് മലയാളത്തിൽ ഇങ്ങനെ നല്ലൊരു നടൻ വന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോഴേ നമ്മളെ മലയാള സിനിമയ്ക്ക് തന്നെ അത് ഒരു അഭിമാനമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞ രാജുവേട്ടനൊക്കെ പൃഥ്വിരാജുവേട്ടനൊക്കെ സത്യം പറഞ്ഞ ടോവിനോ തോമസ് ഒരു പേടി സ്വപ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം പുള്ളിക്കും ആടുജീവിതം പോലെ ആടുജീവിതത്തിന് അപ്പുറമുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോവിനോ തോമസ് പൊളിക്കും, ജീവിച്ച് കാണിക്കുക തന്നെ ചെയ്യും. കാര്യം അതാണ് പറഞ്ഞത് പേടി സ്വപ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുക മലയാള സിനിമയിലുള്ള നടന്മാർക്ക്. ടോവിനോ തോമസിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം. നല്ല കരിയറിലെ നല്ലൊരു മൂവിയായിരുന്നു. ഇതെല്ലാവരും എല്ലാം മലയാള സിനിമയിലുള്ള രാജുവേട്ടനായിരുന്നാലും എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ടോവിനോ തോമസിന് ഇനി നമ്മൾ ഏത് റോള് കൊടുത്തു കഴിഞ്ഞാലും അത്രയ്ക്ക് യോജിച്ചിട്ടുള്ള നല്ല റോള് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പൊളിച്ച് അടുക്കുക തന്നെ ചെയ്യും. വേറെ ലെവലാണ്. മിക്കവാറും ലാലേട്ടൻ്റെ അടുത്ത സ്ഥാനത്ത് വരാനാണ് ചാൻസ് കൂടുതൽ. കാര്യം മറ്റുള്ള നടന്മാർക്ക് ഇതിപ്പോൾ പേടി സ്വപ്നമായി, രാജുവേട്ടൻ ഉൾപ്പെടെ. ഗ്രൗണ്ട് സ്കോറിങ്ങും എഡിറ്റിങ്ങും ആണ്, ഒരു രക്ഷയില്ല. ഇത് രണ്ടും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, പടം തുടങ്ങുന്ന ഒരു മൊമെന്റ് തൊട്ട് തന്നെ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കൂലേ, അതിലൊക്കെ ഒരു വ്യത്യസ്തതയുണ്ട്. നമ്മൾ സ്ഥിരമായി മലയാളത്തിൽ കാണുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തത അവർ പുലർത്തിയിട്ടുണ്ട്. പിന്നെ ഡയറക്ഷൻ സൈഡ് കൊള്ളാം. പിന്നെ ടോവിനോട് 2-3 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പുള്ളി അതിൽ ചെയ്തേക്കുന്നത് വെച്ചാൽ പുള്ളി ബോഡി ലാംഗ്വേജിലും പുള്ളിയുടെ ശബ്ദത്തിലൊക്കെ ആ വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര കാര്യമാണ്. കാരണം അങ്ങനെ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ എല്ലാ നടന്മാർക്കും പറ്റത്തില്ല. പുള്ളി എന്തായാലും പുള്ളിയുടെ 50ാമത്തെ പടം എന്ന നിലയ്ക്ക് പുള്ളി പ്രേക്ഷകർ കൊടുത്തേക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് കൊള്ളാം. ഇതൊരു ഫാന്റസി പാറ്റേൺ ആണ്. നൈസ് പടമാണ്. ഡയറക്ഷൻ സൈഡ് കൊള്ളാം, ആക്ടിങ് പെർഫോമൻസ് എല്ലാം കൊള്ളാം. പിന്നെ കൃതി ഷെട്ടി നമുക്ക് എവിടേക്കോ പടം കാണുമ്പോൾ ഒരു മലയാളിയായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഒരു അന്യഭാഷാ നടിയായിട്ടല്ല, ഒരു മലയാളി പെൺകുട്ടിയെ പോലെ തോന്നുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഇനി മലയാളത്തിൽ ഇനി ഓഫേഴ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് എന്താ പറയാ, തുടങ്ങുന്ന മൊമെന്റ് തൊട്ട് തീരുന്ന മൊമെന്റ് വരെയും നമ്മളെ നന്നായി പിടിച്ചിരുത്തുന്ന ഒരു മൂവിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഓണത്തിൽ ഇപ്പോൾ ഇറങ്ങിയേക്കുന്നതിൽ ഒരു ബെസ്റ്റ് മൂവി തന്നെയാണ്. തിയേറ്ററിൽ നല്ല വിജയം കിട്ടും. ഈ പടം നല്ല പടമാണ്.